എജ്യൂക്വസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കടക്കാം. വാസ്കോ ഡ ഗാമ രണ്ടാം തവണ ഇന്ത്യയിൽ വന്ന വർഷം. വാസ്കോ ഡ ഗാമ രണ്ടാം തവണ ഇന്ത്യയിൽ വന്ന വർഷം 1502. 1502 വാസ്കോ ഡ ഗാമ രണ്ടാം തവണ ഇന്ത്യയിൽ വന്നത്. മാൾവ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര. മാൾവ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് ആരവല്ലി. ആരവല്ലി പർവ്വതനിരയാണ് മാൾവ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര. ഐരിലെ മാലിന്യങ്ങളായ ഗാങ്ങിനെ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ. ഐരിലെ മാലിന്യങ്ങളായ ഗാങ്ങിനെ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ അറിയപ്പെടുന്നത് ഫ്ലക്സ്. ഫ്ലക്സ് എന്നാണ് ഐരിലെ മാലിന്യങ്ങളായ ഗാങ്ങിനെ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ അറിയപ്പെടുന്നത്. CR ദാസ് പ്രസിഡന്റും മോത്തിലാൽ നെഹ്റു സെക്രട്ടറിയുമായ 1923 ആരംഭിച്ച പാർട്ടി ഏതാണ്? CR ദാസ് പ്രസിഡന്റും മോത്തിലാൽ നെഹ്റു സെക്രട്ടറിയുമായ 1923 ആരംഭിച്ച പാർട്ടി ഏതാണ്? സ്വരാജ് പാർട്ടി. സ്വരാജ് പാർട്ടിയാണ് CR ദാസ് പ്രസിഡന്റും മോത്തിലാൽ നെഹ്റു സെക്രട്ടറിയുമായ 1923 ആരംഭിച്ച പാർട്ടി. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാള കവി. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാള കവി കുമാരനാശാൻ. കുമാരനാശാനാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാള കവി. ജ്വലന പ്രക്രിയയിൽ ഓക്സിജന്റെ പങ്ക് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ജ്വലന പ്രക്രിയയിൽ ഓക്സിജന്റെ പങ്ക് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ലാവോസിയ. ലാവോസിയയാണ് ജ്വലന പ്രക്രിയയിൽ ഓക്സിജന്റെ പങ്ക് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ജീവിതത്തിൻ്റെ അരങ്ങ് ആരുടെ ആത്മകഥയാണ്? ജീവിതത്തിൻ്റെ അരങ്ങ് ആരുടെ ആത്മകഥയാണ്? നിലമ്പൂർ ആയിഷ. നിലമ്പൂർ ആയിഷയുടെ ആത്മകഥയുടെ പേരാണ് ജീവിതത്തിൻ്റെ അരങ്ങ്. ക്യാൻസർ രോഗികളെ പരിചരിക്കുന്നതിനായി എല്ലാ ജില്ലകളിലും ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങൾ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ക്യാൻസർ രോഗികളെ പരിചരിക്കുന്നതിനായി എല്ലാ ജില്ലകളിലും ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങൾ ആരംഭിച്ച സംസ്ഥാനം കേരളം. കേരളമാണ് ക്യാൻസർ രോഗികളെ പരിചരിക്കുന്നതിനായി എല്ലാ ജില്ലകളിലും ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങൾ ആരംഭിച്ച സംസ്ഥാനം. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് ഇരുമ്പ്. ഇരുമ്പാണ് ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം. മരങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആരംഭിച്ച പ്രസ്ഥാനമാണ് ചിപ്കോ. ചിപ്കോ എന്ന വാക്കിൻ്റെ അർത്ഥമെന്താണ്? മരങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആരംഭിച്ച പ്രസ്ഥാനമാണ് ചിപ്കോ. ചിപ്കോ എന്ന വാക്കിൻ്റെ അർത്ഥം കെട്ടിപ്പിടിക്കുക. കെട്ടിപ്പിടിക്കുക എന്നതാണ് ചിപ്കോ എന്ന വാക്കിൻ്റെ അർത്ഥം. മരങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആരംഭിച്ച പ്രസ്ഥാനമാണ് ചിപ്കോ. ഒരു വ്യക്തിയുടെ പേരിൽ നാമകരണം ചെയ്ത കേരളത്തിലെ ആദ്യ സർവകലാശാല. ഒരു വ്യക്തിയുടെ പേരിൽ നാമകരണം ചെയ്ത കേരളത്തിലെ ആദ്യ സർവകലാശാലയാണ് മഹാത്മാഗാന്ധി സർവകലാശാല. മഹാത്മാഗാന്ധി സർവകലാശാലയാണ് ഒരു വ്യക്തിയുടെ പേരിൽ നാമകരണം ചെയ്ത കേരളത്തിലെ ആദ്യ സർവകലാശാല. കേരളത്തിലെ ഏറ്റവും മികച്ച കർഷകന് മലയാള മനോരമ ഏർപ്പെടുത്തിയ പുരസ്കാരം ഏതാണ്? കേരളത്തിലെ ഏറ്റവും മികച്ച കർഷകന് മലയാള മനോരമ ഏർപ്പെടുത്തിയ പുരസ്കാരം കർഷകശ്രീ. കർഷകശ്രീ പുരസ്കാരമാണ് കേരളത്തിലെ ഏറ്റവും മികച്ച കർഷകന് മലയാള മനോരമ ഏർപ്പെടുത്തിയ പുരസ്കാരം. ഷഡ്പദങ്ങളുടെ ശ്വസനാവയവം. ഷഡ്പദങ്ങളുടെ ശ്വസനാവയവം ട്രക്കിയ. ട്രക്കിയയാണ് ഷഡ്പദങ്ങളുടെ ശ്വസനാവയവം. സ്റ്റെയിൻലെസ് സ്റ്റീലിലെ അലോഹ ഘടകം. സ്റ്റെയിൻലെസ് സ്റ്റീലിലെ അലോഹ ഘടകമാണ്
കാർബൺ. കാർബണാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിലെ അലോഹ ഘടകം. ആദ്യത്തെ കൃത്രിമ നാര്. ആദ്യത്തെ കൃത്രിമ നാരാണ് റയോൺ. റയോണാണ് ആദ്യത്തെ കൃത്രിമ നാര്. കാറ്റുവഴിയുള്ള പരാഗണം അറിയപ്പെടുന്നത്. കാറ്റുവഴിയുള്ള പരാഗണം അറിയപ്പെടുന്നത് അനിമോഫിലി. അനിമോഫിലി എന്നാണ് കാറ്റുവഴിയുള്ള പരാഗണം അറിയപ്പെടുന്നത്. പേശികളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം. പേശികളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് മയോളജി. മയോളജിയാണ് പേശികളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം. കേരളത്തിൽ ആദ്യമായി FM സർവീസ് ആരംഭിച്ചത് എവിടെ നിന്നാണ്? കേരളത്തിൽ ആദ്യമായി FM സർവീസ് ആരംഭിച്ചത് എവിടെ നിന്നാണ്? കൊച്ചി. കൊച്ചിയിൽ നിന്നുമാണ് കേരളത്തിൽ ആദ്യമായി FM സർവീസ് ആരംഭിച്ചത്. ഉപഗ്രഹങ്ങളുടെ നിർമ്മാണം നടത്തുന്ന ISRO സാറ്റലൈറ്റ് സെൻറ്റർ എവിടെയാണ്? ഉപഗ്രഹങ്ങളുടെ നിർമ്മാണം നടത്തുന്ന ISRO സാറ്റലൈറ്റ് സെൻറ്റർ എവിടെയാണ്? ബംഗളൂരു. ബംഗളൂരുവിലാണ് ഉപഗ്രഹങ്ങളുടെ നിർമ്മാണം നടത്തുന്ന ISRO സാറ്റലൈറ്റ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത്. ഉത്തര മഹാസമതലത്തിൽ രൂപം കൊണ്ട സംസ്കാരം ഏത്? ഉത്തര മഹാസമതലത്തിൽ രൂപം കൊണ്ട സംസ്കാരം സിന്ധു നദീതട സംസ്കാരം. സിന്ധു നദീതട സംസ്കാരമാണ് ഉത്തര മഹാസമതലത്തിൽ രൂപം കൊണ്ട സംസ്കാരം. ഇന്ത്യയിൽ മികച്ച പാർലമെന്റേറിയനുള്ള അവാർഡ് നൽകുന്നത് ഏത് നേതാവിൻ്റെ പേരിലാണ്? ഇന്ത്യയിൽ മികച്ച പാർലമെന്റേറിയനുള്ള അവാർഡ് നൽകുന്നത് ഏത് നേതാവിൻ്റെ പേരിലാണ്? GB പന്ത്. GB പന്തിൻ്റെ പേരിലാണ് ഇന്ത്യയിൽ മികച്ച പാർലമെന്റേറിയനുള്ള അവാർഡ് നൽകുന്നത്. ഇന്ത്യ ഗേറ്റിൻ്റെ പഴയ പേര്. ഇന്ത്യ ഗേറ്റിൻ്റെ പഴയ പേരാണ് ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ. ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്നതായിരുന്നു ഇന്ത്യ ഗേറ്റിൻ്റെ പഴയ പേര്. ഉക്കായ് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. ഉക്കായ് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് തപ്തി നദി. ഗുജറാത്തിലെ തപ്തി നദിയിലാണ് ഉക്കായ് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. എമറാൾഡ് ഐലൻഡ്സ് എന്നറിയപ്പെടുന്ന കേന്ദ്രഭരണ പ്രദേശം. എമറാൾഡ് ഐലൻഡ്സ് എന്നറിയപ്പെടുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ് എമറാൾഡ് ഐലൻഡ്സ് എന്നറിയപ്പെടുന്ന കേന്ദ്രഭരണ പ്രദേശം. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിൻ്റെ ഭാഗമായി വധിക്കപ്പെട്ട ഖലിസ്ഥാൻ തീവ്രവാദി നേതാവ്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിൻ്റെ ഭാഗമായി വധിക്കപ്പെട്ട ഖലിസ്ഥാൻ തീവ്രവാദി നേതാവ് ജർനൈൽ സിംഗ് ഭിന്ദ്രൻവാലെ. ജർനൈൽ സിംഗ് ഭിന്ദ്രൻവാലെയാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിൻ്റെ ഭാഗമായി വധിക്കപ്പെട്ട ഖലിസ്ഥാൻ തീവ്രവാദി നേതാവ്. കർണാടകയുടെ നിയമസഭാ മന്ദിരം. കർണാടകയുടെ നിയമസഭാ മന്ദിരമാണ് വിധാനസൗധ. ബംഗളൂരുവിൽ സ്ഥിതി ചെയ്യുന്ന വിധാനസൗധയാണ് കർണാടകയുടെ നിയമസഭാ മന്ദിരം. ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം. ഗാന്ധിജി പങ്കെടുത്ത ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനമായിരുന്നു കൽക്കട്ട സമ്മേളനം. 1901 നടന്ന കൽക്കട്ട സമ്മേളനത്തിലായിരുന്നു ഗാന്ധിജി ആദ്യമായി കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനമാണ് കൽക്കട്ട സമ്മേളനം. ടിപ്പു സുൽത്താൻ സ്വാതന്ത്ര്യത്തിൻ്റെ വൃക്ഷം നട്ടുപിടിപ്പിച്ച സ്ഥലം. ടിപ്പു സുൽത്താൻ സ്വാതന്ത്ര്യത്തിൻ്റെ വൃക്ഷം നട്ടുപിടിപ്പിച്ച സ്ഥലം ശ്രീരംഗപട്ടണം. ശ്രീരംഗപട്ടണമാണ് ടിപ്പു സുൽത്താൻ സ്വാതന്ത്ര്യത്തിൻ്റെ വൃക്ഷം നട്ടുപിടിപ്പിച്ച സ്ഥലം. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ പരിശീലന കേന്ദ്രമായ ലാൽ ബഹദൂർ ശാസ്ത്രി അക്കാഡമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ്റെ ആസ്ഥാനം. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ പരിശീലന കേന്ദ്രമായ ലാൽ ബഹദൂർ ശാസ്ത്രി അക്കാഡമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ്റെ ആസ്ഥാനം മസൂറി. ഉത്തരാഖണ്ഡിലെ മസൂറിയിലാണ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ പരിശീലന കേന്ദ്രമായ ലാൽ ബഹദൂർ ശാസ്ത്രി അക്കാഡമി ഓഫ്
അഡ്മിനിസ്ട്രേഷൻ്റെ ആസ്ഥാനം. വിദ്യാർത്ഥികളിൽ ക്ലാസ് റൂം ഇതര ക്രമീകരണങ്ങളിൽ ശാസ്ത്രം, ഗണിതശാസ്ത്രം, സാങ്കേതിക പഠനം എന്നിവയ്ക്കുള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ ലക്ഷ്യമിട്ട് കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ച പദ്ധതി. വിദ്യാർത്ഥികളിൽ ക്ലാസ് റൂം ഇതര ക്രമീകരണങ്ങളിൽ ശാസ്ത്രം, ഗണിതശാസ്ത്രം, സാങ്കേതിക പഠനം എന്നിവയ്ക്കുള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ ലക്ഷ്യമിട്ട് കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ച പദ്ധതിയാണ് രാഷ്ട്രീയ ആവിഷ്കാർ അഭിയാൻ RAA. രാഷ്ട്രീയ ആവിഷ്കാർ അഭിയാൻ എന്ന പദ്ധതിയാണ് വിദ്യാർത്ഥികളിൽ ക്ലാസ് റൂം ഇതര ക്രമീകരണങ്ങളിൽ ശാസ്ത്രം, ഗണിതശാസ്ത്രം, സാങ്കേതിക പഠനം എന്നിവയ്ക്കുള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ ലക്ഷ്യമിട്ട് കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ച പദ്ധതി. അലസവാതകങ്ങളുടെ സംയോജകത. അലസവാതകങ്ങളുടെ സംയോജകത 0. 0 അലസവാതകങ്ങളുടെ സംയോജകത. മുടിയെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം. മുടിയെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് ട്രൈക്കോളജി. ട്രൈക്കോളജിയാണ് മുടിയെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം. കേരളത്തിലെ ആദ്യത്തെ സ്വാശ്രയ സർവകലാശാല. കേരളത്തിലെ ആദ്യത്തെ സ്വാശ്രയ സർവകലാശാലയാണ് നുവാൽസ്. നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ് NUALS. നുവാൽസ് ആണ് കേരളത്തിലെ ആദ്യത്തെ സ്വാശ്രയ സർവകലാശാല. കേരളത്തിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. കേരളത്തിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് പാലാട്ട് മോഹൻദാസ്. പാലാട്ട് മോഹൻദാസ് ആണ് കേരളത്തിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ കൃത്രിമ ഹൃദയവാൽവ് ഏതാണ്? ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ കൃത്രിമ ഹൃദയവാൽവ് ഏതാണ്? ചിത്ര. ചിത്ര എന്ന പേരുള്ള കൃത്രിമ ഹൃദയവാൽവാണ് ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ കൃത്രിമ ഹൃദയവാൽവ്. സിഗരറ്റ് ലാമ്പുകളിൽ ഉപയോഗിക്കുന്ന വാതകം. സിഗരറ്റ് ലാമ്പുകളിൽ ഉപയോഗിക്കുന്ന വാതകം ബ്യൂട്ടൈൻ. ബ്യൂട്ടൈനാണ് സിഗരറ്റ് ലാമ്പുകളിൽ ഉപയോഗിക്കുന്ന വാതകം. മികച്ച കർഷക വനിതയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകി വരുന്ന പുരസ്കാരം. മികച്ച കർഷക വനിതയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകി വരുന്ന പുരസ്കാരമാണ് കർഷക തിലകം. കർഷക തിലകമാണ് മികച്ച കർഷക വനിതയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകി വരുന്ന പുരസ്കാരം. മസ്തിഷ്കത്തിൻ്റെ വെളുത്ത നിറമുള്ള ഉൾഭാഗം. മസ്തിഷ്കത്തിൻ്റെ വെളുത്ത നിറമുള്ള ഉൾഭാഗമാണ് മെഡുല. മെഡുലയാണ് മസ്തിഷ്കത്തിൻ്റെ വെളുത്ത നിറമുള്ള ഉൾഭാഗം. നെഹ്റുവിന് ശേഷം ആക്ടിംഗ് പ്രധാനമന്ത്രി പദം വഹിച്ചത് ആര്? നെഹ്റുവിന് ശേഷം ആക്ടിംഗ് പ്രധാനമന്ത്രി പദം വഹിച്ചത് ഗുൽസരിലാൽ നന്ദ. ഗുൽസരിലാൽ നന്ദയായിരുന്നു നെഹ്റുവിന് ശേഷം ആക്ടിംഗ് പ്രധാനമന്ത്രി പദം വഹിച്ചത്. മുത്തുകളുടെ നഗരം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന തമിഴ്നാട്ടിലെ സ്ഥലം. മുത്തുകളുടെ നഗരം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന തമിഴ്നാട്ടിലെ സ്ഥലമാണ് തൂത്തുക്കുടി. തൂത്തുക്കുടിയാണ് മുത്തുകളുടെ നഗരം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന തമിഴ്നാട്ടിലെ സ്ഥലം. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ പ്രോ ചാൻസലർ. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ പ്രോ ചാൻസലർ കൃഷിമന്ത്രി. കൃഷിമന്ത്രിയാണ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ പ്രോ ചാൻസലർ. ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്. ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് പെരമ്പൂർ, ചെന്നൈ. ചെന്നൈയിലെ പെരമ്പൂരാണ് ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്. സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് മൈസൂരു. മൈസൂരുവിലാണ്
സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്? പോർച്ചുഗീസുകാർക്കെതിരെ 1787 ഗോവയിൽ നടന്ന കലാപം. പോർച്ചുഗീസുകാർക്കെതിരെ 1787 ഗോവയിൽ നടന്ന കലാപമാണ് പിൻഡോ കലാപം. പിൻഡോ റിവോൾട്ട്. പിൻഡോ കലാപമാണ് പോർച്ചുഗീസുകാർക്കെതിരെ 1787 ഗോവയിൽ വെച്ച് നടന്ന കലാപം. ബോറാക്സ് എന്തിൻ്റെ അയിരാണ്? ബോറാക്സ് എന്തിൻ്റെ അയിരാണ്? സോഡിയം. സോഡിയത്തിൻ്റെ അയിരാണ് ബോറാക്സ്. സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയുടെ അന്ത്യവിശ്രമ സ്ഥലം. സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് പയ്യാമ്പലം. കണ്ണൂരിലെ പയ്യാമ്പലത്താണ് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയുടെ അന്ത്യവിശ്രമ സ്ഥലം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അധസ്ഥിത വിഭാഗത്തിൽ നിന്നുള്ള ഏക വനിത. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അധസ്ഥിത വിഭാഗത്തിൽ നിന്നുള്ള ഏക വനിത ദാക്ഷായണി വേലായുധൻ. ദാക്ഷായണി വേലായുധനായിരുന്നു ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അധസ്ഥിത വിഭാഗത്തിൽ നിന്നുള്ള ഏക വനിത. അന്ത്യജോദ്ധാരണ സംഘം രൂപവൽക്കരിച്ചത്. അന്ത്യജോദ്ധാരണ സംഘം രൂപവൽക്കരിച്ചത് കെ കേളപ്പൻ. കെ കേളപ്പനാണ് അന്ത്യജോദ്ധാരണ സംഘം രൂപവൽക്കരിച്ചത്. ശാരദ ബുക്ക് ഡിപ്പോ ആരംഭിച്ച മഹാകവി. ശാരദ ബുക്ക് ഡിപ്പോ ആരംഭിച്ച മഹാകവി കുമാരനാശാൻ. കുമാരനാശാനാണ് ശാരദ ബുക്ക് ഡിപ്പോ ആരംഭിച്ച മഹാകവി. സി വി കുഞ്ഞിരാമൻ പത്രാധിപത്യം വഹിച്ചത് ഏത് പത്രത്തിലായിരുന്നു? സി വി കുഞ്ഞിരാമൻ പത്രാധിപത്യം വഹിച്ചത് ഏത് പത്രത്തിലായിരുന്നു? കേരള കൗമുദി. കേരള കൗമുദി പത്രത്തിലായിരുന്നു സി വി കുഞ്ഞിരാമൻ പത്രാധിപത്യം വഹിച്ചത്. ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത്. ഗുജറാത്താണ് ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മധ്യപ്രദേശ്. മധ്യപ്രദേശാണ് ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. കബഡിയുടെ ജന്മനാട്. കബഡിയുടെ ജന്മനാട് ഇന്ത്യ. ഇന്ത്യയാണ് കബഡിയുടെ ജന്മനാട്. കിഴക്കിൻ്റെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന സ്ഥലം. കിഴക്കിൻ്റെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന സ്ഥലം അഹമ്മദാബാദ്. അഹമ്മദാബാദാണ് കിഴക്കിൻ്റെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന സ്ഥലം. ഖഡ്ക ഏത് സംസ്ഥാനത്തെ ആയോധന കലയാണ്? ഖഡ്ക ഏത് സംസ്ഥാനത്തെ ആയോധന കലയാണ്? പഞ്ചാബ്. പഞ്ചാബിലെ ആയോധന കലയാണ് ഖഡ്ക. പശ്ചിമ ബംഗാളിൽ ഗംഗാനദിക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ട്. പശ്ചിമ ബംഗാളിൽ ഗംഗാനദിക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടാണ് ഫറാക്ക അണക്കെട്ട്. ഫറാക്ക അണക്കെട്ടാണ് പശ്ചിമ ബംഗാളിൽ ഗംഗാനദിക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ട്. കേരളത്തിൽ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റി EFLU ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം. കേരളത്തിൽ മലപ്പുറത്താണ് ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റി EFLU ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത്. നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത്. നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത് ദീനബന്ധു മിത്ര. ദീനബന്ധു മിത്രയാണ് നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത്. വർണ്ണാന്ധത കണ്ടെത്തുന്നതിനുള്ള പരിശോധന. വർണ്ണാന്ധത കണ്ടെത്തുന്നതിനുള്ള പരിശോധനയാണ് ഇഷിഹാര ടെസ്റ്റ്. ഇഷിഹാര ടെസ്റ്റാണ് വർണ്ണാന്ധത കണ്ടെത്തുന്നതിനുള്ള പരിശോധന.
ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത്, ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ. പാമീറാണ് ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത്. ഹൃദുമതി എന്ന നാടകം രചിച്ചത്, ഹൃദുമതി എന്ന നാടകം രചിച്ചത് പ്രേംജി. പ്രേംജിയാണ് ഹൃദുമതി എന്ന നാടകം രചിച്ചത്. ഉപനിഷത്തുകളുടെ ദർശനം സംഗ്രഹിച്ച് ശ്രീനാരായണ ഗുരു രചിച്ച കൃതി ഏത്? ഉപനിഷത്തുകളുടെ ദർശനം സംഗ്രഹിച്ച് ശ്രീനാരായണ ഗുരു രചിച്ച കൃതി ദർശനമാല. ദർശനമാല എന്ന കൃതിയാണ് ഉപനിഷത്തുകളുടെ ദർശനം സംഗ്രഹിച്ച് ശ്രീനാരായണ ഗുരു രചിച്ച കൃതി. 1891 ജനുവരി 1 സമർപ്പിക്കപ്പെട്ട മലയാളി മെമ്മോറിയലിൽ ആദ്യം ഒപ്പുവെച്ചത് ആരായിരുന്നു? 1891 ജനുവരി 1 സമർപ്പിക്കപ്പെട്ട മലയാളി മെമ്മോറിയലിൽ ആദ്യം ഒപ്പുവെച്ചത് KP ശങ്കരമേനോൻ. KP ശങ്കരമേനോൻ ആയിരുന്നു 1891 ജനുവരി 1 സമർപ്പിക്കപ്പെട്ട മലയാളി മെമ്മോറിയലിൽ ആദ്യം ഒപ്പുവെച്ചത്. കേരള തുളസീദാസ് എന്നറിയപ്പെടുന്ന കവി ആരാണ്? കേരള തുളസീദാസ് എന്നറിയപ്പെടുന്ന കവി വെണ്ണിക്കുളം ഗോപാലകുറുപ്പ്. വെണ്ണിക്കുളം ഗോപാലകുറുപ്പാണ് കേരള തുളസീദാസ് എന്ന പേരിൽ അറിയപ്പെടുന്ന കവി. ഓർക്കിഡ് സംസ്ഥാനം എന്നറിയപ്പെടുന്നത്, ഓർക്കിഡ് സംസ്ഥാനം എന്നറിയപ്പെടുന്നത് അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശാണ് ഓർക്കിഡ് സംസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. സ്വച്ഛ് ഭാരത് അഭിയാൻ പ്രവർത്തനം ആരംഭിച്ചത് എന്നാണ്? സ്വച്ഛ് ഭാരത് അഭിയാൻ പ്രവർത്തനം ആരംഭിച്ചത് 2014 ഒക്ടോബർ 2. 2014 ഒക്ടോബർ 2 സ്വച്ഛ് ഭാരത് അഭിയാൻ പ്രവർത്തനം ആരംഭിച്ചത്. കമുകിൻ്റെ ശാസ്ത്രീയ നാമം, കമുകിൻ്റെ ശാസ്ത്രീയ നാമമാണ് അരക്ക കാറ്റച്ചു. അരക്ക കാറ്റച്ചു എന്നതാണ് കമുകിൻ്റെ ശാസ്ത്രീയ നാമം. ഏത് ധാന്യത്തിൽ നിന്നാണ് വിസ്കി ഉൽപ്പാദിപ്പിക്കുന്നത്? ഏത് ധാന്യത്തിൽ നിന്നാണ് വിസ്കി ഉൽപ്പാദിപ്പിക്കുന്നത്? ബാർലി. ബാർലിയിൽ നിന്നുമാണ് വിസ്കി ഉൽപ്പാദിപ്പിക്കുന്നത്. ഡാൾട്ടണിസം എന്നറിയപ്പെടുന്ന രോഗം, ഡാൾട്ടണിസം എന്നറിയപ്പെടുന്ന രോഗം വർണ്ണാന്ധത. വർണ്ണാന്ധതയാണ് ഡാൾട്ടണിസം എന്ന പേരിൽ അറിയപ്പെടുന്ന രോഗം. ഓക്സിജന്റെ അഭാവം മൂലം ശരീരകലകൾക്ക് ഉണ്ടാകുന്ന രോഗമേതാണ്? ഓക്സിജന്റെ അഭാവം മൂലം ശരീരകലകൾക്ക് ഉണ്ടാകുന്ന രോഗം അനോക്സിയ. അനോക്സിയ എന്ന രോഗമാണ് ഓക്സിജന്റെ അഭാവം മൂലം ശരീരകലകൾക്ക് ഉണ്ടാകുന്ന രോഗമറിയപ്പെടുന്നത്. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്, ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് വൈറ്റമിൻ സി. വൈറ്റമിൻ സി ആണ് ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്. മനുഷ്യ ശരീരത്തിൽ ഏതിൻ്റെ സാന്നിധ്യം മൂലമാണ് രക്തം കട്ട പിടിക്കാത്തത്? മനുഷ്യ ശരീരത്തിൽ ഏതിൻ്റെ സാന്നിധ്യം മൂലമാണ് രക്തം കട്ട പിടിക്കാത്തത്? ഹെപ്പാരിൻ. മനുഷ്യ ശരീരത്തിൽ ഹെപ്പാരിൻ്റെ സാന്നിധ്യം മൂലമാണ് രക്തം കട്ട പിടിക്കാത്തത്. ഇലക്ട്രോൺ ചാർജിൻ്റെ മൂല്യം കണ്ടെത്തിയത് ആരാണ്? ഇലക്ട്രോൺ ചാർജിൻ്റെ മൂല്യം കണ്ടെത്തിയത് ആരാണ്? റോബർട്ട് മില്ലിഗൻ. റോബർട്ട് മില്ലിഗനാണ് ഇലക്ട്രോൺ ചാർജിൻ്റെ മൂല്യം കണ്ടെത്തിയത്. ലിപിഡോലൈറ്റ് എന്തിൻ്റെ അയിരാണ്? ലിപിഡോലൈറ്റ് എന്തിൻ്റെ അയിരാണ്? ലിഥിയം. ലിഥിയത്തിൻ്റെ അയിരാണ് ലിപിഡോലൈറ്റ്. ഇന്ത്യ എജ്യുസാറ്റ് വിക്ഷേപിച്ച തീയതി? ഇന്ത്യ എജ്യുസാറ്റ് വിക്ഷേപിച്ച തീയതി 2004 സെപ്റ്റംബർ 20. 2004 സെപ്റ്റംബർ 20 ഇന്ത്യ എജ്യുസാറ്റ് വിക്ഷേപിച്ചത്. യു സെഡ് ഇറ്റ് ആരുടെ കാർട്ടൂണാണ്? യു സെഡ് ഇറ്റ് ആരുടെ കാർട്ടൂണാണ്? RK ലക്ഷ്മൺ. RK ലക്ഷ്മണിൻ്റെ കാർട്ടൂണാണ് യു സെഡ് ഇറ്റ്. മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗം, മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം.
സെറിബെല്ലമാണ് മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗം. ഗാൽവനൈസേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ലോഹമേത്? ഗാൽവനൈസേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ലോഹം സിങ്ക്. സിങ്കാണ് ഗാൽവനൈസേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ലോഹം. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് മഹാനദി. മഹാനദിയാണ് ഒഡീഷയുടെ ദുഃഖം എന്ന പേരിൽ അറിയപ്പെടുന്ന നദി. ഇന്ത്യയിൽ ഏത് മേഖലയിലാണ് സഹകരണ പ്രസ്ഥാനം ആദ്യമായി ആരംഭിച്ചത്? ഇന്ത്യയിൽ ഏത് മേഖലയിലാണ് സഹകരണ പ്രസ്ഥാനം ആദ്യമായി ആരംഭിച്ചത്? കാർഷിക കടം. ഇന്ത്യയിൽ കാർഷിക കടത്തിൻ്റെ മേഖലയിലായിരുന്നു സഹകരണ പ്രസ്ഥാനം ആദ്യമായി ആരംഭിച്ചത്. പൊയ്കയിൽ യോഹന്നാൻ്റെ യഥാർത്ഥ പേര്. പൊയ്കയിൽ യോഹന്നാൻ്റെ യഥാർത്ഥ പേരാണ് കുമാരൻ. കുമാരൻ എന്നതാണ് പൊയ്കയിൽ യോഹന്നാൻ്റെ യഥാർത്ഥ പേര്. കേരള ചരിത്രത്തിൽ മാഗോതൈ എന്നും അറിയപ്പെട്ടിരുന്ന സ്ഥലം. കേരള ചരിത്രത്തിൽ മാഗോതൈ എന്നും അറിയപ്പെട്ടിരുന്ന സ്ഥലം മഹോദയപുരം. മഹോദയപുരമാണ് കേരള ചരിത്രത്തിൽ മാഗോതൈ എന്നും അറിയപ്പെട്ടിരുന്ന സ്ഥലം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളുള്ള ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഉള്ള ജില്ല കൊല്ലം. കേരളത്തിൽ കൊല്ലം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഉള്ളത്. കോഴിക്കോട് സാമൂതിരി സ്ഥാപിച്ച കേരള വിദ്യാശാലയുടെ ഇപ്പോഴത്തെ പേര്. കോഴിക്കോട് സാമൂതിരി സ്ഥാപിച്ച കേരള വിദ്യാശാലയുടെ ഇപ്പോഴത്തെ പേര് ഗുരുവായൂരപ്പൻ കോളേജ്. ഗുരുവായൂരപ്പൻ കോളേജ് എന്നതാണ് കോഴിക്കോട് സാമൂതിരി സ്ഥാപിച്ച കേരള വിദ്യാശാലയുടെ ഇപ്പോഴത്തെ പേര്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫി എവിടെയാണ്? പനാജി. ഗോവയിലെ പനാജിയിലാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫി സ്ഥിതി ചെയ്യുന്നത്. സമ്പർക്ക പ്രക്രിയയിൽ ഉൾപ്രേരകമായി ഉപയോഗിക്കുന്നത്. സമ്പർക്ക പ്രക്രിയയിൽ ഉൾപ്രേരകമായി ഉപയോഗിക്കുന്നത് വനേഡിയം പെൻറ്റോക്സൈഡ്. വനേഡിയം പെൻറ്റോക്സൈഡാണ് സമ്പർക്ക പ്രക്രിയയിൽ ഉൾപ്രേരകമായി ഉപയോഗിക്കുന്നത്. സിന്ധു നദീതട കേന്ദ്രമായ ഹാരപ്പ കണ്ടെത്തിയത്. സിന്ധു നദീതട കേന്ദ്രമായ ഹാരപ്പ കണ്ടെത്തിയത് ദയാറാം സാഹ്നി. ദയാറാം സാഹ്നിയാണ് സിന്ധു നദീതട കേന്ദ്രമായ ഹാരപ്പ കണ്ടെത്തിയത്. വൈക്കം സത്യാഗ്രഹത്തെ തുടർന്ന് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ തടവിൽ കഴിയവേ KP കേശവമേനോൻ രചിച്ച കൃതി. വൈക്കം സത്യാഗ്രഹത്തെ തുടർന്ന് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ തടവിൽ കഴിയവേ KP കേശവമേനോൻ രചിച്ച കൃതി ബന്ധനത്തിൽ നിന്ന്. ബന്ധനത്തിൽ നിന്ന് എന്ന കൃതിയാണ് വൈക്കം സത്യാഗ്രഹത്തോട് അനുബന്ധിച്ച് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ തടവിൽ കഴിയവേ KP കേശവമേനോൻ രചിച്ച കൃതി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ എയ്ഡഡ് സ്കൂളുകളുള്ള ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ എയ്ഡഡ് സ്കൂളുകളുള്ള ജില്ല കണ്ണൂർ. കേരളത്തിൽ കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ എയ്ഡഡ് സ്കൂളുകൾ ഉള്ളത്. ബ്യൂട്ടി ബോൺ എന്നറിയപ്പെടുന്നത്. ബ്യൂട്ടി ബോൺ എന്നറിയപ്പെടുന്നത് ക്ലാവിക്കിൾ. ക്ലാവിക്കിളാണ് ബ്യൂട്ടി ബോൺ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അർക്ക സുപ്രഭാത് എന്തിൻ്റെ സങ്കരയിനമാണ്? അർക്ക സുപ്രഭാത് എന്തിൻ്റെ സങ്കരയിനമാണ്? മാവ്. മാവിൻ്റെ ഒരു സങ്കരയിനമാണ് അർക്ക സുപ്രഭാത്. തിലധാര ഏത് വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്താണ്? തിലധാര ഏത് വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്താണ്? എള്ള്. എള്ളിൻ്റെ അത്യുൽപാദന ശേഷിയുള്ള ഒരു വിത്തിനമാണ് തിലധാര. ലോക സാമൂഹിക നീതി ദിനം. ലോക സാമൂഹിക നീതി ദിനം ഫെബ്രുവരി 20. ഫെബ്രുവരി 20-നാണ് ലോക സാമൂഹിക നീതി ദിനം. ലോക മഴക്കാട് ദിനം. എന്നാണ് ലോക മഴക്കാട് ദിനം?
ജൂൺ 22. ജൂൺ 22-നാണ് ലോക മഴക്കാട് ദിനം. ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം. ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം 25. 25 രാജ്യങ്ങളായിരുന്നു ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത്. കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച്. കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ചാണ് ആലപ്പുഴ. ആലപ്പുഴ ബീച്ചാണ് കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച്. ഗാന്ധിജി ആരംഭിച്ച വിദ്യാഭ്യാസ പദ്ധതി. ഗാന്ധിജി ആരംഭിച്ച വിദ്യാഭ്യാസ പദ്ധതിയാണ് വർധ പദ്ധതി. വർധ പദ്ധതിയാണ് ഗാന്ധിജി ആരംഭിച്ച വിദ്യാഭ്യാസ പദ്ധതി. കുറിച്യ കലാപത്തിന് നേതൃത്വം കൊടുത്തത്. കുറിച്യ കലാപത്തിന് നേതൃത്വം കൊടുത്തത് രാമനമ്പി. രാമനമ്പിയായിരുന്നു കുറിച്യ കലാപത്തിന് നേതൃത്വം കൊടുത്തത്. യോഗക്ഷേമ സഭയുടെ ആദ്യ അധ്യക്ഷൻ. യോഗക്ഷേമ സഭയുടെ ആദ്യ അധ്യക്ഷനായിരുന്നത് ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട്. ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടായിരുന്നു യോഗക്ഷേമ സഭയുടെ ആദ്യ അധ്യക്ഷൻ. കടയപ്രത്ത് കുഞ്ഞപ്പ നമ്പ്യാർ ഏത് പേരിലാണ് പ്രസിദ്ധി നേടിയത്? കടയപ്രത്ത് കുഞ്ഞപ്പ നമ്പ്യാർ ഏത് പേരിലായിരുന്നു പ്രസിദ്ധി നേടിയത്? കെ.എ. കേരളീയൻ. കെ.എ. കേരളീയൻ എന്ന പേരിലായിരുന്നു കടയപ്രത്ത് കുഞ്ഞപ്പ നമ്പ്യാർ പ്രസിദ്ധി നേടിയത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.